ഹായ് കൂട്ടുകാരെ, 3 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 തവി ചക്ക വരട്ടിയതും. 2 വർഷം വരെ കേടുകൂടാതിരിക്കുന്ന വരട്ടി വെച്ച ചക്കയാണിത്. ഇതിൽ ഞാൻ ശർക്കര കൂട്ടിയിട്ടാണ് വരട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശർക്കര കുറച്ച് മതി പണിയാരത്തിന്. അപ്പം ഞാൻ വെള്ളം ചേർത്തതാ തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചക്കപ്പഴം കൊണ്ട് ഇത് മിക്സിയിൽ അരച്ചുണ്ടാക്കും. പക്ഷെ അതിന് ഇത്ര രുചി വരില്ല, ഈ ഒരു കളറും കിട്ടുകയില്ല. ഒരാഴ്ചയോളം വരട്ടിയെടുത്ത ചക്ക കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ കഴിയുക. ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് അളവിൽ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിൽ പൊടിച്ചെടുത്ത പച്ചരിപ്പൊടി, അതിലേക്ക് ഈ തിളപ്പിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇങ്ങനൊരു പരുവം ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് തിന്നാൻ നല്ല രസമാണ്. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് വീഴില്ല. ഒരു 1/2 ടീസ്പൂൺ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരുവത്തിൽ വന്ന് കിട്ടും. പൊക്കവടയ്ക്ക് കുഴയ്ക്കുന്നത് പോലൊരു പരുവമാണ് വേണ്ടത്. ഇപ്പം നല്ലൊരു മണമാണ് നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുക. അതിലേക്ക് ഞാനൊരു 1/2 മുറി നാളികേരം പൂണ്ട് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ കുഴച്ചെടുത്തത് മാറ്റിയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒരു 1/2 ലിറ്റർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കാം, എന്നാൽ വേഗമാവും. അപ്പോൾ ഇതാ 2 വശവും ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഈ ഒരു മാവ് 2 മണിക്കൂറെങ്കിലും വെച്ച ശേഷമേ ചുട്ടെടുക്കാവൂ, അല്ലെങ്കിൽ അത് ബലം വരും. അപ്പോൾ 2 മണിക്കൂർ മാറ്റി വെച്ച ശേഷമേ ഇങ്ങനെ ചുട്ടെടുക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ മുഴുവൻ പണിയാരവും ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇതൊരു 4-5 ദിവസം വരെ കേടുകൂടാതിരിക്കും. നല്ല മയമുള്ള ഒരു പലഹാരമാണ്. അപ്പോഴേക്കും ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് ബലം ഉണ്ടാവുന്നേ ഉള്ളൂ. നല്ല സ്വാദാണിതിന്. ഇതാ റെഡി ആയിക്കഴിഞ്ഞു. ചക്കയുടെ ഒരു മണം, ശർക്കരയുടെ ഒരു മണം, ഏലക്കായുടെ ഒരു മണം, കടിക്കുമ്പോൾ നാളികേരക്കൊത്ത്, നല്ലൊരു പണിയാരം. കൂട്ടുകാരെ, ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. വരട്ടിയ ചക്ക കൊണ്ടുള്ള കൂടുതൽ വിഭവങ്ങൾ ഓരോന്നായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്.